ഹലോ, ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഈ റെഡിയാവുന്നതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പല ലേഡീസും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നിനും ടൈമില്ല, എന്നെ സെൽഫ് കെയർ ചെയ്യാൻ ടൈമില്ല, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ മര്യാദയ്ക്കൊന്നും ഒരുങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. നമുക്കൊരു കല്യാണം കഴിയുക, കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വന്നതുകൊണ്ട് നമ്മുടെ സെൽഫ് കെയറും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വന്ന പുതിയ മാറ്റങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ലൈഫിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയറുകളൊക്കെ മറന്നു പോയാൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മദർഹുഡ് ജേണി നമുക്ക് ഇഷ്ടപ്പെടാണ്ടാവും. അപ്പോൾ സ്വാഭാവികമാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഡിപ്രഷനും എല്ലാം വരും. അങ്ങനെയാണ് കൂടുതൽ കേസസും പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. എങ്കിലും നമുക്ക് നമ്മളെ കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സമയം കണ്ടെത്തണം, നമ്മൾ തന്നെ വിചാരിക്കണം. പണ്ട് ഞങ്ങളൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയ സമയത്ത് ജോത്സ്യൻ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞു അവർക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പോകാനുള്ള സമയം കൂടില്ല, നല്ല തിരക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോത്സ്യൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ പറ്റാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചാൽ പറ്റാവുന്ന കാര്യങ്ങളെ നമ്മുടെ ലൈഫിലുള്ളൂ. അത് എന്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും, എന്ത് ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാലും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഒരു വില്ലിങ്നെസ് പോലെ ഇരിക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ ഒരു ഭാഗമാണ്, ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വെച്ചിട്ട് നമ്മുടെ സെൽഫ് കെയർ ഒന്നും ഒരിക്കലും കുറയരുത്. കാരണം നമ്മളെപ്പോഴും ഭംഗിയായിരിക്കുക, നന്നായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം, നമ്മൾ ഹാപ്പി ആയിരിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ആരും വന്നിട്ട് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും നമ്മൾ ഈ അമ്മമാരെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഹറിബറിയായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് പലതിനും സമയം കിട്ടില്ല, തിരക്കുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തണം. ഞാനെന്ന് വെച്ചാൽ കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം അമ്മ പോലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ഒപ്പം തന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണമെന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതുവരെ കൊണ്ടുവന്നു. ഇനിയുള്ള സമയത്ത് എന്താവും എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇതുവരെയുള്ള സമയത്ത് ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള പോലെ ഒന്ന് ഒരുങ്ങി എല്ലാം പോകുമ്പോൾ അതൊരു വേറൊരു രസമല്ലേ. നമ്മൾ ആദ്യം കല്യാണത്തിന് മുന്നൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നാളെ ഏത് ഡ്രസ്സ് ഇടണം, നാളെ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണം, ഏത് ഇയറിങ്സ് ഇടണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പോഴോ നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കണം, ലഞ്ചിനുണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം, അതിനെന്ത് കറി ഉണ്ടാക്കണം, അത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മൈൻഡിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ നമുക്ക് വേണ്ടി സ്വയം സമയം കണ്ടെത്താതെ നമ്മളിങ്ങനെ ജീവിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി ഇത്രയും കാലം ജീവിച്ചത്, അല്ലെങ്കിൽ നമ്മളൊരു ഹാപ്പി അല്ലാത്ത പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ലൈഫിന് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അവരവരെ സെൽഫായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുക, നമ്മളെ എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ ഫിസിക്കൽ ഉള്ള അപ്പിയറൻസ് എല്ലാം നല്ല രീതിക്ക് കൊണ്ടുവരാൻ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഈവനിങ് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ലുലു മാളിൽ ഷോപ്പിങ്ങിന് പോയ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലുലു മാളിൽ ഈവനിങ് പോകുന്നതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ നാച്ചുറൽ മേക്കപ്പാണ് എനിക്കിഷ്ടവും, അതാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഗൾഫിലൊക്കെ വന്നാൽ കാണുമ്പോൾ അറിയാൻ പറ്റും, അറബീസൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മേക്കപ്പ് നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ചെയ്യുന്നവരാണ്. എസ്പെഷ്യലി ബ്ലഷൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. പക്ഷെ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്ന ഒരു മേക്കപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഞാനൊരു ലൈറ്റ് മേക്കപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ലുക്ക് രീതിയിലാണ് എപ്പോഴും ചെയ്യാറ്. അതിപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആണ്
എനിക്കിഷ്ടം. അപ്പം ഞാനിവിടെ ഒരുങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മോയ്സ്ചർ ക്രീം ഇടുന്നു. മോയ്സ്ചർ ക്രീം ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും കേട്ടോ. സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം അത്ര ചൂടാണ്. രാത്രി വരെ സൺസ്ക്രീൻ ഇടേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സമ്മർ സീസണാണ്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും നമ്മുടെ കഴുത്ത് ഭാഗത്തും ഫേസിലും കയ്യിലും എല്ലായിടത്തും ഒരു പിശുക്കും കാണിക്കാതെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഞാൻ ഒരു ഒലേ ക്രീം യൂസ് ചെയ്യാറുണ്ട് നോർമലി, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടാൽക്കൺ പൗഡർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ മേലെ നെറ്റിയിലൊക്കെ കുറച്ച് ഓയിലി ആവാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വൈറ്റ് ടാൽക്കൺ പൗഡർ വെച്ചിട്ട് ഒന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഐയിലേക്ക് കിടക്കും. ഐലെന്ന് വെച്ചാൽ ഐലൈനർ എഴുതുകയെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ കണ്ണ് താഴെ എഴുതി കൊടുക്കുന്നുണ്ട്, പിന്നെ വാട്ടർ ലൈനിലും എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണൊന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വാലൊക്കെ ഇട്ട് കണ്ണെഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് നോക്കാറുണ്ട്. എത്ര സമയമില്ലെങ്കിലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. അതൊക്കെ ഞാൻ വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഹൈബ്രോയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈബ്രോ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഹൈബ്രോ കുറച്ച് തിക്നെസ് ഉള്ളതാണ്. ഇപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി, അതുകൊണ്ട് ഭയങ്കര ഒരു ഓർഡർ അല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു ഷേപ്പ് ചെയ്താക്കാൻ വേണ്ടി മാത്രം ബ്രൗൺ കളർ നമ്മുടെ ഹൈബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഒരു പ്രൊഫഷണലി മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചു വർത്താനോ പറയാമെന്ന് വിചാരിച്ചു. എസ്പെഷ്യലി ഫോർ ന്യൂ മോംസ്, അല്ലെങ്കിൽ അമ്മയായതിനു ശേഷം കൂടുതൽ സെൽഫ് കെയറും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഫോക്കസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളൊരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്രീമാണ് നമ്മൾ ഈ ഒരു ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു സ്ട്രോപ്പ് ക്രീം, നൈറ്റ് പോകുന്നതുകൊണ്ട് ഒരു സ്ട്രോപ്പ് ക്രീം കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ബ്ലഷൊക്കെ ഇട്ട് തിളങ്ങി ലുലു മാളിൽ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും മോശമാക്കരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഇത് ഇടുമ്പോൾ കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ. പിന്നെ നമ്മുടെ പ്രൈമർ പോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ ഒക്കേഷണലി ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പ്രൈമറൊന്നും നമുക്ക് തീരെ നല്ലതല്ല. പ്രൈമറിന് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നെങ്കിലും അത് ആ ഒരു സമയത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെഗുലറായിട്ട് പ്രൈമറൊക്കെ യൂസ് ചെയ്താൽ സ്കിന്നിന് അതൊട്ടും നല്ലതല്ല. ഇൻസ്റ്റെഡ് ഓഫ് പ്രൈമർ നമുക്ക് അലോവേര ജെല്ല് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രൊഫഷണലല്ല, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഹെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ ഹെയർ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി വന്ന് ദെൻ വാച്ചും ചെറിയൊരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്, വൈറ്റ് പേൾ വെച്ചത്. ദെൻ ഒരു ഗോൾഡൻ കളർ ഇയറിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഒരുക്കാനും നമ്മളെ നന്നായി കൊണ്ടുപോകാനും നമുക്കല്ലേ കഴിയുള്ളൂ. ഒരു പ്രായം വരെ അമ്മമാരെ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഒരു കൊറിയൻ ടൈപ്പ് മാലയാണ് ഇടുന്നത്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയിൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെനിക്ക് ഇടാനും ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണമല്ലോ. ഗൾഫിൽ വന്നതിന് ശേഷം മുടി ഭയങ്കര ഡാൻഡ്രഫ് ഉണ്ട്, ഫ്രിസിനെസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ഹെയർ ആണുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊരു സൊല്യൂഷനൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലാണ് ഞാൻ സ്റ്റിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് മുടി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ചെറിയൊരു ബട്ടർഫ്ലൈ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോട്ടൽ ലുക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ലാസ്റ്റ് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാളും നമ്മൾ ആദ്യം ഒന്ന് റെഡി ആക്കിക്കഴിഞ്ഞ് ഇവരെയൊക്കെ റെഡിയാക്കാൻ നിന്ന് നമ്മളും ഹാപ്പി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കശപിശ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. എന്നും അങ്ങനെയെന്നല്ല, എന്നാലും നമ്മൾ ലേറ്റ് ആയി കഴിയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിറങ്ങുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ വരും. നേരത്തെ ഒരുങ്ങാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്.
അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ട് നമ്മൾ പോകാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ ഷോപ്പിംഗ് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ബഡ്ജറ്റ് എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ ഇത് അടിയിൽ ഐലൈനർ എഴുതി കഴിഞ്ഞാലും ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ എക്സസ് ഓയിലൊക്കെ കണ്ണിൻ്റെ താഴെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക. കൂടുതലും കണ്ണ് എഴുതുന്ന ആ ഒരു പെൻസിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകുമ്പോൾ നമ്മൾ സ്മഡ്ജ് പ്രൂഫ് ആയിരുന്നു. ഇവിടെ നിന്ന് വാങ്ങിച്ചത് കുറച്ച് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പാണ്, അതുകൊണ്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് മെല്ലെ ഇറങ്ങാൻ നോക്കാം. അപ്പോൾ കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കുന്നത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഓക്കെ ആണോ എന്താണെന്നൊക്കെ. ഇന്ന് നല്ല ടൈം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ റെഡി ആയില്ലേ എന്നുള്ളൊരു പാട്ടിന് പെട്ടെന്ന് ഇറങ്ങി വാതിലും ലോക്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യമാണ്. ഇന്ന് കുറച്ച് കൂളായിട്ട് നല്ലൊരു ഡേ ആയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരുങ്ങി നീറ്റായിട്ട് നിന്നതാണ്. പിന്നെ നമുക്കൊരു ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ഗ്ലോസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി അതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഓക്കെ അല്ലേ? നമുക്കങ്ങനെ മേക്കപ്പ് ഇട്ടൊരു ഫീലും ഇല്ല, എന്നാൽ അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കും കിട്ടും. ഈ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.